السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله العظيم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, പരിശുദ്ധമായ മഹത്തായ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ പരിപാവനമായ ഭവനത്തിൽ നാം ഈ ഒരുമിച്ച് കൂടിയതിന് ഖാലിഖായ തമ്പുരാൻ പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സർവ്വ പാപങ്ങളും സർവശക്തൻ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാലം ആഫിയത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ആഖിബത്ത് നന്നായി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രാവിലെയും പകലിനെയും അടിസ്ഥാനപ്പെടുത്തി നിർണയിക്കപ്പെടുന്ന സമയം പല രീതിയിലുള്ള സമയങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും പരിശുദ്ധമായ ദീനിൽ ഏറെ പവിത്രതയോടുകൂടെ കാണുന്ന ഒരു സമയം അത് സുബ്ഹിയുടെ സമയമാണ് എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അല്പം പരിചയപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ വിവരിച്ച ഹദീസ് സുബ്ഹിയുടെ സമയത്താണ് രാത്രി മനുഷ്യർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കാൻ വരുന്ന മലക്കുകൾ, അതുപോലെ പകൽ സമയങ്ങളിൽ മനുഷ്യർ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് നിരീക്ഷിക്കാൻ വരുന്ന മലക്കുകളും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു സമയം, അത് സ്വലാത്തുൽ ഫജ്ർ സുബ്ഹിയുടെ ജമാഅത്തിന്റെ സമയത്താണ് എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയപ്പോ മറ്റൊരു സമയവും കൂടി ഉണ്ടെങ്കിൽ അത് സ്വലാത്തുൽ അസ്ർ, അസ്റിന്റെ സമയത്താണ് എന്നും ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ അസ്റിന്റെ സമയം, അസ്ർ നിസ്കാരം, അസ്ർ എന്ന സമയം വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ടതാണ് എന്ന് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നു. എത്രത്തോളം അസ്ർ എന്ന പേരിൽ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. 3 ആയത്തുകളാണ്. അതിൽ ഒന്നാമതായി അല്ലാഹു സത്യം ചെയ്ത് പറയുകയാണ് വൽ അസ്ർ,
അസ്ർ സമയം തന്നെയാണ് സത്യം, അസ്ർ നിസ്കാരം തന്നെയാണ് സത്യം. വൽ അസ്ർ, അസ്ർ എന്ന പ്രധാനപ്പെട്ട അതിമഹത്തായ സമയം തന്നെയാണ് സത്യം. അല്ലാഹു അസ്ർ സമയത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. നമുക്കറിയാം, യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത്. ഫീഹി ഖുലിഖ ആദം. ആ വെള്ളിയാഴ്ച തന്നെ ഏത് സമയത്താണ്? ഫീ വഖ്തിൽ അസ്ർ, അസ്റിന്റെ സമയത്താണ് ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ആ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച സമയം തന്നെയാണ് സത്യം. അസ്റിന്റെ സമയം വളരെ പ്രാധാന്യമുള്ളതാണ്, വിശിഷ്യ അസ്ർ നിസ്കാരം. ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാവുകയാണ്. മദീനയുടെ തെരുവുകളിലൂടെ ഒരു സ്ത്രീയത ദുല്ലൂനി അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ എവിടെ? എനിക്ക് തങ്ങളെ കാണണം, നിങ്ങൾ എനിക്ക് തങ്ങളെ കാണിച്ചു തരൂ എന്ന് അലറി വിളിച്ചുകൊണ്ട് ഫീ സിഖത്തിൽ മദീന, മദീനയുടെ തെരുവുകളിലൂടെ സ്ത്രീയത വാവിട്ട് ഉറക്കം നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. അടുത്തുണ്ടായിരുന്ന സ്വഹാബത്ത് മുഴുവൻ നമ്പലെന്ന് പോകുന്നു. ചിലർ ഹബീബായ തങ്ങളിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഹബീബായ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിയപ്പോൾ ആ സ്ത്രീയോടെന്ന് പരാതികൾ പറയുകയാണ്. താൻ ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകൾ ഹബീബായ തങ്ങളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവ് നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് കച്ചവടത്തിനായി പോയ സമയത്ത് ചുരുങ്ങിയ കാലയളവായിരുന്നു. ആ സമയത്ത് ഞാൻ മറ്റൊരാളുമായി വ്യഭിചാരത്തിൽപ്പെട്ടു റസൂലേ. അങ്ങനെ വ്യഭിചാരത്തിലൂടെ എനിക്കൊരു കുഞ്ഞുണ്ടാവുകയാണ്. ആ കുഞ്ഞിനെ ഞാൻ സുർക്ക സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഞാൻ വിട്ടുവെച്ചുകൊണ്ട് ആ കുഞ്ഞിനെ സുർക്കയിലാക്കിക്കൊണ്ട് കൊന്നുകളയുകയാണ്. മാത്രമല്ല ആ സുർക്ക ഞാൻ വിൽക്കുകയും ചെയ്തു പോയി. 3 തെറ്റുകളാണ്, വലിയ തിന്മകൾ ചെയ്തു. 1, ഭർത്താവില്ലാത്ത സമയത്ത് വ്യഭിചരിച്ചു. 2, അതിനുണ്ടായ കുഞ്ഞിനെ സുർക്കയിലിട്ട് വെച്ചുകൊണ്ട് കൊന്നുകളഞ്ഞു. 3-മതായിട്ടുള്ളത് ആ ഹറാമായ നജസായ സുർക്ക ഞാൻ വിൽക്കുകയും ചെയ്തു. റസൂലേ, അല്ലാഹുവിന്റെ റസൂലിനോട് ആ സ്ത്രീയോടെന്ന് പറയുമ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയാണ്. അമ്മസ്സിന ഫഅലൈക റജും ഫഅലൈക റജും, നീ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് യാഥാർത്ഥ്യമായതിന്റെ അടിസ്ഥാനത്തിൽ, അത് സ്ഥിരപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഫഅലൈക റജും, നീ എറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. 2-മതായി പറയുന്നത് ജഹന്നം, നീ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞില്ലേ, അതിന് നിനക്കുള്ള പ്രതിഫലം നരകമാണ്. 3-മതായി നീ ആ ഹറാമായ നജസുള്ള സുർക്ക നീ വിറ്റില്ലേ, അത് വലിയ മഹാപാപമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തിന്മകൾക്കൊക്കെ മറുപടി പറഞ്ഞതിന് ശേഷം പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞു. ലാകിൻ വനൻതു അന്നകി തറക്തി സ്വലാത്തൽ അസ്ർ, ഈ മഹാതിന്മകൾ ചെയ്തതോടൊപ്പം ഞാൻ പേടിച്ചു പോകുന്നത് അന്നകി തറക്തി സ്വലാത്തൽ അസ്ർ, അസ്ർ നിസ്കാരവും നീ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടോ എന്ന് നീ ചോദിക്കും. ഞാൻ അസ്ർ മിസ്സാക്കിയിട്ടുണ്ട് റസൂലേ എന്ന് പറയുമോ എന്ന് ഞാൻ ഭയന്നു പോയി എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വ്യഭിചാരവും കുട്ടിയെ കൊല്ലലും ഹറാമായ സാധനം വിൽക്കലും ഇതൊക്കെ മഹാതിന്മയാണ്. അതോടൊപ്പം തന്നെ നബി തങ്ങൾ പേടിച്ചത് അസ്ർ നിസ്കാരവും ഞാൻ മിസ്സാക്കിയിട്ടുണ്ട് റസൂലേ എന്ന് നീ പറയുമോ എന്നാണ് ഞാൻ പേടിച്ചു പോയത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഗൗരവത്തോടെ കാണേണ്ടതാണ് സ്വലാത്തുൽ അസ്ർ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്, അത് കപടന്റെ നിസ്കാരമാണ്.
മുനാഫിഖിന്റെ നിസ്കാരമാണ്. 3 തവണ ഹബീബായ തങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞ നിസ്കാരം ഏതാ? അസ്റിന്റെ സമയമായിട്ട് അസ്ർ നിസ്കരിക്കാതെ ഇങ്ങനെ പിന്തിപ്പിച്ചു. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന സമയമായി. ആ സമയത്ത് 4 തവണ ഇങ്ങനെ കൊത്തുകയാണ്. അവൻ ആ കൊത്തലിൽ, അവന്റെ നിസ്കാരത്തിൽ അള്ളാഹുവിനെ അവൻ ഓർക്കുന്നില്ല. ആ രീതിയിൽ 4 കൊത്തുകൾ കൊത്തി അവൻ നിസ്കരിക്കുന്നു. അങ്ങനത്തെ നിസ്കാരം മുനാഫിഖിന്റെ നിസ്കാരമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ പലരും അങ്ങനെയാണല്ലോ. ഈ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ബിസി ടൈമാണ്. റോഡിലും തിരക്ക്, എല്ലായിടത്തും തിരക്കാണ്. നിസ്കാര സമയമായി കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ വിശിഷ്യ അസ്ർ നിസ്കാരം നമ്മൾ നിർവഹിക്കണം. കാരണം വളരെ പ്രാധാന്യത്തോടുകൂടെയാണ് പരിശുദ്ധമായ ദീൻ അസ്ർ നിസ്കാരത്തെ പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാ നിസ്കാരങ്ങളെയും നിലനിർത്തണം. പ്രത്യേകിച്ച് അസ്ർ നിസ്കാരം അല്ലെ, സുബ്ഹ്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ, അതിൽ 3-ാമത്തേതാണ് അസ്ർ, മധ്യത്തിലുള്ള നിസ്കാരം. അസ്ർ നിസ്കാരത്തെ പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വൽ അസ്ർ, അസ്ർ നിസ്കാരം തന്നെയാണ് സത്യം. അതിമഹത്തായ ശ്രേഷ്ഠതകൾ നിറഞ്ഞ അസ്ർ നിസ്കാരം തന്നെയാണ് സത്യം. മറ്റൊരു വ്യാഖ്യാനം സമയമാണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, സമയം തന്നെയാണ് സത്യം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തെ സത്യം ചെയ്തു പറയുന്നത്? സമയത്തിന്റെ പ്രാധാന്യം എന്താ? അതിന്റെ അർത്ഥവിശാലത എന്താണ്? സമയം, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും അതിന്റെ ചലനങ്ങൾ കൃത്യമായി നടക്കുമ്പോഴാണ് സമയം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ കൃത്യമായി അത് കറങ്ങണം, അത് ചലിക്കണം. ഭൂമി അതിന്റെ ഓർബിറ്റിൽ കൃത്യമായി അത് കറങ്ങിക്കൊണ്ടിരിക്കണം. ചന്ദ്രൻ അതിന്റെ സ്ഥാനത്ത് കൃത്യമായി ചലിക്കണം. ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഗോളങ്ങൾ കൃത്യമായി അതിന്റെ സ്ഥാനങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമയം അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണേ. അതുകൊണ്ട് സമയത്തെ സത്യം ചെയ്യുമ്പോ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഗോളങ്ങളും അതിന്റെ സ്ഥാനങ്ങളും കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിശാലമായ അർത്ഥമാണ് വൽ അസ്ർ, സമയം തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സത്യം ചെയ്ത് പറയുമ്പോ ഉൾപ്പെടുന്നത്. മുഅ്മിനീങ്ങളെ, സമയമില്ലാത്ത, സമയം അനുഭവിക്കാൻ കഴിയാത്തൊരു സന്ദർഭം ഉണ്ടാകുമോ? സമയം അനുഭവിക്കാൻ കഴിയാത്തൊരു സന്ദർഭം ഉണ്ടാകുമോ? ഉണ്ടാകും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ തന്റെ ശിഷ്യഗണങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. യൻഫുഖു ഫീഹി ഇസ്രാഫീൽ അലൈഹിസ്സലാം നഫഖതൈൻ, ഈ പ്രപഞ്ചം മുഴുവൻ തകർന്നു പോകുന്ന ഒരു സമയം വരാനുണ്ട്. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ 2 ഊത്ത് ഊതുന്നതാണ്. അതിൽ 1-ാമത്തെ ഊത്തിൽ നഫ്ഖത്തുസ് സഅത്തില്ലതി തമൂതുൽ ഖലായിഖു ഇൻദഹാ, 1-ാമത്തെ ഊത്തിൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വ സൃഷ്ടിപ്പുകളും തകർന്നു പോകുന്നതാണ്. വനഫ്ഖത്തുൽ ബഅത്തില്ലതി യഹ്യൂന ഇൻദഹാ, 2-ാമത്തെ ഊത്തിൽ മനുഷ്യർ മുഴുവൻ പുനർജീവിക്കുന്നതാണ്. അല്ലെ, 2-ാമത്തെ ഊത്തിൽ മനുഷ്യരൊക്കെ ഖബറിൽ നിന്ന് എവിടെയാണോ മരിച്ചത് അവിടെ നിന്ന് അവർ പുനർജീവിക്കപ്പെടും. അങ്ങനെ ജീവിക്കുന്ന സമയം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, മാ ബൈന നഫ്ഖതൈനി 40, ഈ 2 ഊത്തുകളുണ്ടല്ല, ആദ്യം ഒരു ഊത്ത് ഊതുന്നു, പ്രപഞ്ചം മുഴുവൻ തകർന്നു പോകുന്നു. 2-ാമത്തെ ഊത്തിൽ രണ്ടാമത് പുനർജനിക്കുന്നു. ഈ 2 ഊത്തുകൾക്കിടയിൽ മാ ബൈന നഫ്ഖതൈനി 40 എന്ന് പറഞ്ഞു. ആര്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ശിഷ്യഗണങ്ങളോട് പറയുകയാണ്. അവിടുന്ന് ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നുണ്ട്, 40 യൗമ, 40 ദിവസമാണോ? ഫസക്കത, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ ഒന്നും പറഞ്ഞില്ല. വീണ്ടും ചോദിച്ചു, 40 ശഹറൻ, 40 മാസങ്ങളാണോ? ഫസക്കത, മഹാനായ അബൂ ഹുറൈറ തങ്ങൾ ഒന്നും പറഞ്ഞില്ല. 40 സന, 40 വർഷമാണോ? ശിഷ്യഗണങ്ങളുടെ ചോദ്യമാണ്. ബഹുമാനപ്പെട്ടവർ ഒന്നുമേ പറഞ്ഞില്ല.
അത് അവരുടെ ചോദ്യങ്ങൾക്ക് ശേഷം മഹാനായ അബൂ ഹുറൈറ തങ്ങൾ തിരിച്ചവരോട് പറയുകയാണ്, നിങ്ങൾ എന്നോട് ചോദിച്ച ഇതേ ചോദ്യങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ഈ ഹദീസ് പഠിപ്പിച്ചു തരുമ്പോ, ഈ ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾ ചോദിച്ചതാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ല, നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. രണ്ട് വക്തുകൾക്കിടയിൽ 40 ആണെന്ന് പറഞ്ഞു. ഇത് 40 മണിക്കൂറാണോ, ദിവസമാണോ, മാസമാണോ, വർഷമാണോ, ഒന്നും പറഞ്ഞില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? നബി തങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ മിണ്ടാതിരുന്നത്? ഒന്നും പറഞ്ഞില്ല. കാരണം എന്താ? ഒന്നാമത്തെ ഊത്തിൽ തന്നെ സമയം കണക്കാക്കപ്പെടുന്ന ഗോളങ്ങളും എല്ലാ താരപഥങ്ങളും സർവ്വതും നശിച്ചു പോയില്ലേ? ഒന്നാമത്തെ ഊത്തിൽ സൂര്യൻ പോവുകയാണ്, ചന്ദ്രൻ പോവുകയാണ്, ഭൂമിയൊക്കെ തകർന്നു പോവുകയാണ്. പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകൾ, അള്ളാഹു ഉദ്ദേശിച്ചത് മുഴുവൻ തകർന്നു പോകുന്നു. രണ്ടാമത്തെ ഊത്തിൽ എവിടെ സൂര്യൻ? രണ്ടാമത്തെ ഊത്തിൽ എവിടെ ചന്ദ്രൻ? സമയത്തെ കണക്കാക്കാനുള്ള ഗോളങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് 40 വർഷം എന്ന് പറയാ? എങ്ങനെയാണ് 40 മാസം എന്ന് പറയാ? എങ്ങനെയാണ് 40 ദിവസം എന്നോ 40 മണിക്കൂർ എന്ന് പറയാ? സമയത്തെ തിട്ടപ്പെടുത്താനുള്ള സാധനങ്ങൾ മുഴുവൻ ഒന്നാമത്തെ ഊത്തിൽ തന്നെ തകർന്നു പോയിട്ടുണ്ട്. അതാണ്. അപ്പം ബാബയിൽ 40 എന്താണ് എന്നുള്ളത് അല്ലാഹു റസൂലുഹു അലം. അത് അല്ലാഹുവിനും റസൂലിനും മാത്രമാണ് അറിയുന്നത്. രണ്ടാമതായി ആ സൂറത്തുൽ അസ്റിലെ ആയത്ത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ തീരാ നഷ്ടത്തിലാണ്. മനുഷ്യർ വലിയ വമ്പൻ വിജയത്തെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വാക്കാണ്, പദമാണ് ഫലാഹ് എന്നത്, അല്ലെ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വമ്പിച്ച വിജയം കൈവരിച്ചിരിക്കുന്നു. ദുനിയാവിലും വിജയിച്ചിരിക്കുന്നു, ആഖിറത്തിലും വിജയിച്ചിരിക്കുന്നു. ആ രീതിയിൽ അറിയിക്കാനാണ് ഫലാഹ് എന്ന ഫലഹ, അല്ലെ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് അല്ലാഹു പ്രയോഗിക്കുന്നത്. അതിന്റെ നേരെ വിപരീതം ഖുസ്ർ എന്നാണ്. അതായത് അമ്പേ പരാജയം. ദുനിയാവിലും ആൾക്ക് നഷ്ടമാണ്, ആഖിറത്തിലും വലിയ പരാജയമാണ് എന്നറിയിക്കാനാണ് ഖുസ്ർ എന്ന പദം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, the man is in two loss. മനുഷ്യർ തീരാ നഷ്ടത്തിലാണ്, അവർ അമ്പേ പരാജയത്തിലാണ്. 4 വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ആയത്തിലൂടെ എടുത്തു പറഞ്ഞു. ഇവരല്ലാത്ത എല്ലാവരും അമ്പേ പരാജയത്തിലാണ്. ആരാണ് ആ വിഭാഗങ്ങൾ? ഇല്ലല്ലദീന ആമനൂ, ആത്മാർത്ഥമായി അല്ലാഹുവിൽ വിശ്വസിച്ചവരൊഴികെ, ഈമാനുള്ളവരൊഴികെ. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആ മുഅ്മിനുൻ അൻത, ബഹുമാനപ്പെട്ടവരെ അങ്ങൊരു മുഅ്മിനാണോ? മുഅ്മിനാണോ എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ടവർ സയ്യിദു താബീൻ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. താബീങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന സൂഫി വര്യനാണ് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ഞാൻ മുഅ്മിനാണ് എന്ന് ധൈര്യത്തോടുകൂടെ പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഈമാനുള്ളവർ 2 വിഭാഗമാണ്. ഒന്ന്, മൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി. നമ്മൾ മദ്രസകളിൽ പഠിച്ച ഈമാൻ കാര്യങ്ങൾ 6 ആ 6 കാര്യങ്ങളിൽ വിശ്വസിച്ചോ എന്നതിൽ എനിക്ക് ഉറപ്പുണ്ട്. ആ 6 കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ചു, വ മലായികതിഹി, അവന്റെ മലക്കുകളിൽ വിശ്വസിച്ചു, വ കുതുബിഹി, അവന്റെ കിതാബുകൾ, റസൂലിഹി, അവന്റെ അംബിയാ മുർസലുകൾ, വൽ യൗമിൽ ആഖിരി, അന്ത്യനാൾ ഉണ്ടെന്ന് വിശ്വസിച്ചു, വൽ ഖദരി ഖൈരിഹി വ ശർരിഹി, നന്മ തിന്മകൾ സർവ്വതും അല്ലാഹുവിൽ നിന്നുണ്ടാകുന്നതാണെന്ന് വിശ്വസിച്ചു. ഈ കാര്യങ്ങൾ വിശ്വസിച്ചു എന്നതിന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലൂടെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ ഞാൻ പെട്ടുപോയോ എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. സൂറത്തുൽ അൻഫാലിലെ 6-ാമത്തെ ആയത്താണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. നിശ്ചയമായ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹ് എന്ന പേര് കേൾക്കുമ്പോഴേക്കും, അല്ലാഹ് എന്ന ചിന്ത ഉണ്ടാകുമ്പോഴേക്കും, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പിടക്കുന്നതാണ്.
അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളുന്നതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവരുടെ മുമ്പിൽ ഓതപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ കാര്യങ്ങൾ ബലമേൽപ്പിക്കുന്നവരാണെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഈ സ്വഭാവ വിശേഷണങ്ങൾ ഉള്ളവരാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുമ്പോൾ ആ വിഭാഗത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ലെന്ന് മഹാനായ സയ്യിദുനാ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹ് എന്ന പേര് കേൾക്കുമ്പോൾ ഒരു ഭയം ഹൃദയത്തിൽ ഉണ്ടാകുന്നവരാണ്. വിശുദ്ധമായ ഖുർആൻ എവിടെയെങ്കിലും ഓതപ്പെടുന്നത് ഇങ്ങനെ കേൾക്കുമ്പോ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ആത്മാർത്ഥമായി അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കും, സക്കാത്തുകൾ കൊടുത്തുവിട്ടും. അങ്ങനെ സാമ്പത്തിക ശുദ്ധിയും ശാരീരിക ശുദ്ധിയും ഉണ്ടാക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒന്നാമത്തത് അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ. സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്തിൽ ഒരു ഭാഗമുണ്ട്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. സൽക്കർമ്മം അവൻ ചെയ്യട്ടെ, അല്ലാഹുവിനോടുള്ള ഇബാദത്തിൽ മറ്റൊരാളുമായി അവൻ പങ്കു ചേർക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ ഇതിനെ രേഖപ്പെടുത്തുന്നത് ആ ശിർക്ക് എന്ന് പറഞ്ഞാൽ അശ്ശിർക്കുൽ ഖഫിയാണ്. അഥവാ റിയാ എന്ന് പറയും, ലോകമാന്യത, ആളുകളെ കാണാൻ വേണ്ടി ചെയ്യുന്ന ആ രീതിയിൽ ചെയ്യാതിരിക്കുക എന്നതാണ്. ആരും കാണാതെ പടച്ച റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് വിജയികളുടെ രണ്ടാമത്തെ അടയാളം. വിശുദ്ധമായ സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഔറാദുകൾക്കൊക്കെ ശേഷം പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇതൊരിക്കൽ മഹാനായ സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാണാൻ ഇടയാവുകയാണ്. അങ്ങനെ എവിടെ പോകുന്നു എന്നറിയാൻ വല്ലാത്തൊരു ആഗ്രഹം. ഒരു ദിവസം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഔറാദുകൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പള്ളി വിട്ട് ഇറങ്ങി പോകുമ്പോ പിന്നാലെ പോവുകയാണ് ആര്? മഹാനായ സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തു. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറയുകയാണ്, പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് എത്തി. പെട്ടെന്നതാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരു വീട്ടിലേക്ക് കയറുകയാണ്. ഉമർ തങ്ങളാണെങ്കിൽ ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നു. സമയങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ വീട്ടിൽ നിന്ന് പോയെന്ന് ഉറപ്പായപ്പോ ഉമർ തങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ ഇംറഅത്തുൻ അജൂസ, ഒരു പടുവൃദ്ധയായ ഒരു ഉമ്മയുണ്ട് ആ വീട്ടിൽ, കണ്ണ് കാണാത്തവരാണ്. അവിടുന്ന് ചോദിച്ചു, എനിക്ക് മുമ്പ് ഇവിടെ കടന്നു വന്നവരാരാണ്, എന്താണ് അവിടെ ചെയ്തത്? ആ ഉമ്മ പറയുകയാണ്, ആരാണെന്ന് എനിക്കറിയില്ല, ഇവിടെ വരുന്നു, എന്റെ വീടൊക്കെ വൃത്തിയാക്കി തരുന്നുണ്ട്, എന്റെ മൃഗത്തിന്റെ പാൽ കറന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്, ആരാണെന്ന് എനിക്കറിയില്ല, ഏത് നാട്ടുകാരനാണെന്ന് എനിക്കറിയില്ല, ദിവസവും ഇവിടെ വരുന്നുണ്ട് എന്ന് ആ ഉമ്മ മറുപടി പറയുകയാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ രഹസ്യമായി ചെയ്ത ഈ കർമ്മം ലോകത്തെ അറിയിക്കുന്നത് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. ഒരാളെയും അറിയിക്കാതെ നന്മകൾ ചെയ്യുക, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് വിജയികളുടെ അടയാളം എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. മൂന്നാമതായി പറയുന്നത് വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് സതുപദേശം നടത്തുന്നവർ, നന്മ കൊണ്ട് കൽപ്പിക്കുന്നവർ. അങ്ങനെ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവർ ആണ് വിജയികൾ എന്ന് വിശുദ്ധമായ ഖുർആൻ. നമുക്കറിയാം, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഈ ഉമ്മത്തിനെ
വല്ല അപകടവും വരാനുണ്ടെങ്കിൽ അത് അംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ, അല്ലെ? നന്മ ഉപദേശിക്കുക, തിന്മ നിരോധിക്കുക, ഈ പ്രവർത്തനം എന്ന് ഇല്ലാതാകുന്നോ അന്ന് മുതൽ ഈ സമൂഹത്തിൽ അല്ലാഹുവിന്റെ അദാബ് ഉണ്ടാകും, ഭൂമിലോകത്തേക്ക് ഇറങ്ങി വരും. ഫലാ യുസ്തജാബു ലഹും, അവർക്ക് യാതൊരുവിധ അവരിൽ നന്മയുടെ ആളുകൾ ദുആ ചെയ്താൽ ഫലാ യുസ്തജാബു ലഹും, അവർക്ക് അല്ലാഹു ഉത്തരം നൽകുകയില്ല. അതുകൊണ്ട് നന്മയിൽ ഉപദേശിച്ച് ജീവിക്കുന്നവർ അവരാണ് വിജയികൾ എന്ന് വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി ജീവിതം കഴിച്ചുകൂടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.